3 കോടി രൂപ ചെലവഴിച്ച് ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രം. കൊല്ലം നഗരത്തിലാണ് സർക്കാർ ഫണ്ടിൽ ഇങ്ങനെയൊരിടം സാമൂഹ്യ വിരുദ്ധർക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാകവിയുടെ പേരിൽ ആരംഭിച്ച പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടവരുടെ പിടിപ്പുകേട് മൂലം ഇത്തരത്തിൽ നശിക്കുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ലിങ്ക് റോഡിന് വശത്താണ് മഹാകവി കുമാരനാശാന്റെ പേരിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പുനർജനി പാർക്കും നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷം 5 കഴിയുമ്പോൾ ഇന്നിവിടം നാട്ടുകാരുടെ സ്വൈര്യജീവിതത്തിനും സഞ്ചാരത്തിനും തടസ്സമാകുന്ന സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതെങ്ങനെയെന്ന് ഈ ദൃശ്യങ്ങൾ പറയും. നൂറ് മീറ്റർ മാത്രം ദൂരപരിധിയുള്ള ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും മദ്യം വാങ്ങിയാൽ അതെവിടെ കൊണ്ടുചെന്ന് കഴിക്കുമെന്ന ആശങ്ക ഒട്ടും വേണ്ട. അതിനായി നല്ല ഓപ്പൺ ആയിട്ടൊരിടമാണ് ഇവിടെയുള്ളത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് ഇതുവഴി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. 8 മണി 10 മണി കഴിഞ്ഞാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് വരികയോ അതല്ലെങ്കിൽ കൂട്ടമായി വന്നാലും ശല്യപ്പെടുത്താൻ സാമൂഹ്യ വിരുദ്ധന്മാർ കാണപ്പെടുന്നുണ്ട്. മഹാകവി കുമാരനാശാന്റെ അവസാന ബോട്ട് യാത്രയുടെ ഓർമ്മകൾ പേറുന്ന അഷ്ടമുടിക്കായലിന്റെ തീരത്ത് ഉചിതമായ സ്മാരകം വേണം എന്ന ആശയത്തിൽ നിന്നായിരുന്നു പദ്ധതിയുടെ തുടക്കം. എന്നാൽ മുൻപ് പല ഫണ്ടുകളും ഇവിടെ തന്നെ ചിലവഴിച്ച് തീർത്തിട്ടായിരുന്നു വെള്ളത്തിലെ വര പോലെ പുതിയ സാംസ്കാരിക തട്ടിപ്പ്. ഓഡിറ്റോറിയത്തിന്റെയും നടപ്പാതയുടെയും മറ്റു മോടിപിടിപ്പിക്കലുകളുടെയും ഇനത്തിൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 കോടി ചെലവഴിക്കാനാണ് തീരുമാനം. എന്നാൽ ഇത് എത്ര ചെലവഴിച്ചെന്നോ എവിടെ ചിലവഴിച്ചെന്നോ ഒരു കണക്കുമില്ല. ഇവിടെ മാലിന്യ നിക്ഷേപം പെരുകുന്നതായുള്ള പരാതികളെ തുടർന്ന് മുകേഷ് MLAയുടെ ശ്രമഫലമായാണ് ടൂറിസം വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. കവികളുടെയും എഴുത്തുകാരുടെയും കൂട്ടായ്മ, കുമാരനാശാന്റെ പ്രതിമ, അങ്ങനെ സ്വപ്നം കണ്ടതും പൊതുജനത്തെ സ്വപ്നം കാണിച്ചതും ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കിയ ഒരു സാംസ്കാരിക കേന്ദ്രം ഇന്നിത് ഒരു ശ്മശാന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയെന്ന ഇത് നിർമ്മിച്ചവർക്ക് പോലും അറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. നിർമ്മാണം മന്ദഗതിയിലായത് കാരണം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൊല്ലത്തെ കുമാരനാശാൻ സ്മാരക പുനർജനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും. നഗരമധ്യത്തിൽ തുടങ്ങിയ പദ്ധതി എവിടെയും എത്താത്തതിൽ പ്രതിഷേധമുയരുകയാണ്. ഈ റോഡിൻ്റെ മൊത്തം മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി ആ പണിഞ്ഞ ലക്ഷക്കണക്കിന് രൂപ അനാഥമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 1.5 കോടി രൂപ ചിലവാക്കിയാണ് നമ്മുടെ കുമാരനാശാൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇങ്ങനെ ആക്കി വെച്ചത്. ഈ 1.5 കോടി രൂപയോളം ചിലവാക്കിയത് ഏതാണ്ട് 50 ലക്ഷം രൂപയോളം വെറുതെ ആവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ചുറ്റുപാട് ഈ റോഡിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ മണ്ണുകളും മെറ്റീരിയലുകളും മുഴുവൻ കൊണ്ടുവന്ന് ഇത് തള്ളുകയും ഇതിനകത്ത് തറയിൽ സ്ഥാപിച്ചിരുന്ന മുഴുവൻ ഇൻ്റർലോക്കുകൾ മുഴുവൻ നശിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. തികച്ചും പറഞ്ഞാൽ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു പദ്ധതിയായിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ കഴിയുക. ഒരുപാട് ടെക്നിക്കൽ പരമായ കാര്യങ്ങളൊന്നും പഠിക്കാതെയാണ് ഈ കുമാരനാശാൻ സ്മാരകം ഇവിടെ നടത്തിയത്. ഇതിപ്പം ഇവിടുത്തെ ആ കുമാരനാശാനോട് ചെയ്യുന്ന ഒരു കൊടും ചതി. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി പോലും ഇവിടെ നടത്താൻ കഴിഞ്ഞില്ല. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പലതും ഇത്തരത്തിൽ പാതി വഴിയിൽ നിലച്ചത് കണ്ടുമടുത്തവരാണ് പൊതുജനം. ഈ കൊട്ടിഘോഷിച്ച് തുടങ്ങുന്ന പലതിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാകവി കുമാരനാശാൻ എഴുതിയ ഒരു ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. ഇന്ന് ഇതിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ദുരവസ്ഥ എന്നേ ഇതിനെയും പറയാൻ കഴിയുന്നുള്ളൂ. കാരണം വർഷങ്ങളായി ഇത് നിർമ്മാണം പൂർത്തീകരിക്കാതെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന് പൊതുജനത്തിന് അറിയില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇതിന് നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. കാര്യം ഈ ഒരു പ്രദേശം സാമൂഹ്യ വിരുദ്ധർ അവരുടെ ഒരു ഇടത്താവളമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നിരവധി കേന്ദ്രങ്ങൾ ഈ പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാനമായും ദേശീയ നിലവാരത്തിലുള്ള ഒരു ഹോക്കി സ്റ്റേഡിയം ഉണ്ട്. അഷ്ടമുടി കായലിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ തിരക്കുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർക്ക് സ്വൈര്യസലാപം നടത്താവുന്ന ഒരിടമായി ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, ഇത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇത് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം ജില്ലയുടെ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ മുതൽക്കൂട്ടാവുമായിരുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇത് നിർമ്മാണം എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അത് അവസാനിപ്പിച്ച് ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുജനം ചോദിക്കുന്നത് ഇത് എന്തിനു വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് മറ്റ്
പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം തകർന്ന റോഡുകളുണ്ട്, അത്തരത്തിൽ പല ആവശ്യങ്ങളും ജില്ലയുടേതായുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ഇത് തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാതെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. പുനർജനി പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ.